നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 11 ബുധനാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഇന്നലെ നാസ്ഡാക്കും S&P 500ഉം ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് മാത്രമാണ് ഇടിഞ്ഞത്. ഇന്നലെ ഏറ്റവും ഫോക്കസിൽ ഉണ്ടായിരുന്നത് ക്രൂഡ് ഓയിൽ തന്നെയായിരുന്നു. 3 വർഷത്തിനിടെ ആദ്യമായി ബ്രന്റ് ക്രൂഡ് $70 താഴെ എത്തി. അതുകൊണ്ട് തന്നെ ഇന്നലെ US-ൽ എനർജി സ്റ്റോക്കുകൾ ഇടിയുകയുണ്ടായി. കാര്യമായി മറ്റൊരു ഫോൾ ഉണ്ടായ സെക്ടർ ബാങ്കിംഗ് സെക്ടർ ആയിരുന്നു. മാത്രമല്ല HDFC ബാങ്കും ICICI ബാങ്കും ഇന്നലെ ADR-ൽ ഇടിയുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് അവിടെ US-ൽ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡൻഷ്യൽ ഡിബേറ്റ് നടക്കുന്ന ഈ സമയത്ത് US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ക്രെഡിറ്റ് കാർഡ് ഫിൻടെക് കമ്പനികളെ സംബന്ധിച്ച് ഒരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയുണ്ട്. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനം ത്വരിതപ്പെടുത്തുന്നതിന് ഡിസംബറോടെ 2 ലക്ഷം കോടി രൂപയുടെ ഹൈവേ പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകും എന്നൊരു വാർത്ത വരുന്നു. അത് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഏതായാലും വാർത്തകൾ നമുക്ക് മുഴുവനായി തന്നെ കാണാം നമ്മുടെ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ. അത് നമ്മൾ പറയുന്നുണ്ട്. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. അടിസ്ഥാന സൗകര്യ വികസനം ത്വരിതപ്പെടുത്തുന്നതിന് ഡിസംബറോടെ 2 ലക്ഷം കോടി രൂപയുടെ ഹൈവേ പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകും. നിർമ്മാണത്തിന്റെ വേഗത നിലനിർത്താനാണ് 2024 ഡിസംബറോടെ മൊത്തം 2 ലക്ഷം കോടി രൂപയുടെ ഹൈവേ പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തിടെ 51,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. കൂടാതെ 40,000 മുതൽ 50,000 കോടി രൂപ വരെയുള്ള അധിക പദ്ധതികൾ പുരോഗമിക്കുകയുമാണ്. ഇനി നടപ്പ് സാമ്പത്തിക വർഷം 10,421 കിലോമീറ്റർ ഹൈവേകൾ നിർമ്മിക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അല്പം കുറവാണിത്. കൂടാതെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 2024-25 മന്ത്രാലയത്തിന്റെ മൂലധന ചെലവ് ലക്ഷ്യം 2.72 ലക്ഷം കോടി രൂപയായി സജ്ജീകരിച്ചിരുന്നു. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ നേരിയ തോതിൽ കൂടുതലുമാണ്. ഈ ഒരു വാർത്ത ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് ലാർസൻ ആൻഡ് ടുബ്രോ, IRB, GMR ഇൻഫ്ര, അശോക് ബിൽഡ്കോൺ, PNC ഇൻഫ്രാടെക്, ദിലീപ് ബിൽഡ്കോൺ തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. അടുത്തതായി ഫിൻടെക് ക്രെഡിറ്റ് കാർഡ് കമ്പനികളെ സംബന്ധിച്ച ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദത്തിന് ധനസഹായം നൽകുകയും എന്നിങ്ങനെയുള്ള അതിർത്തി കടന്നുള്ള പണമിടപാടുകൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF പദ്ധതിയിടുന്നു. പുതിയ മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ്: ഫണ്ട് അയക്കുന്നവരെയും സ്വീകരിക്കുന്നവരെയും കുറിച്ചുള്ള തത്സമയ ഡാറ്റ പങ്കിടൽ നടപ്പിലാക്കുകയും ആവശ്യമായ സോഫ്റ്റ്വെയർ മാറ്റങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങൾ കാരണം ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇത്തരത്തിൽ ഫിൻടെക് ക്രെഡിറ്റ് കാർഡ് കമ്പനികളുടെ ചിലവ് വർദ്ധിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, PayTM, SBI കാർഡ് തുടങ്ങിയ കമ്പനികളെയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ചില പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ടാറ്റ മോട്ടോഴ്സ് ഫിനാൻസ് ലിമിറ്റഡിനെ ടാറ്റ ക്യാപിറ്റൽ ലിമിറ്റഡുമായി ലയിപ്പിക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. അടുത്തത് ഓയിൽ ഇന്ത്യ, ONGC തുടങ്ങിയ കമ്പനികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ഖനിജ് വിദേശ് ഇന്ത്യ ലിമിറ്റഡ്, ONGC, ഓയിൽ ഇന്ത്യ എന്നിവർ UAE-ലെ ഇൻഡസ്ട്രിയൽ റോക്സ് ഹോൾഡിംഗ്സുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അടുത്തത് ഇനോക്സ് ഇന്ത്യയാണ്. ക്രയോജനിക് ലിക്വിഡ് അധിഷ്ഠിത വേരിയബിൾ ടെമ്പറേച്ചർ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റിനായി ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്ന് ഒരു പേറ്റന്റ് ഇനോക്സ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് JSW എനർജി എന്ന കമ്പനിയാണ്. 2019-20 സാമ്പത്തിക വർഷത്തിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തെറ്റായി നേടിയെന്ന് ആരോപിച്ച് കൊൽക്കത്തയിലെ CGST സെൻട്രൽ എക്സൈസ് പ്രിൻസിപ്പൽ കമ്മീഷണറുടെ ഓഫീസ് കമ്പനിക്ക് 54.99 ലക്ഷം രൂപയുടെ പിഴ ചുമത്തി. അടുത്ത ഒരു കമ്പനി IREDA ആണ്. IREDA ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ IREDA ഗ്ലോബൽ ഗ്രീൻ എനർജി ഫിനാൻസ് IFSC ലിമിറ്റഡ് സെപ്റ്റംബർ 4 ഗിഫ്റ്റ് നിഫ്റ്റി ഫിനാൻഷ്യൽ കമ്പനിയായി ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻട്രൽ അതോറിറ്റിയിൽ താൽക്കാലിക രജിസ്ട്രേഷൻ അനുവദിച്ചു. അടുത്തത് ബഖീരിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് 2.09 കോടി രൂപയുടെ നികുതി ആവശ്യപ്പെട്ടുള്ള ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണിത്. അടുത്തത് അശോക ബിൽഡ്കോൺ ആണ്. ഇന്ദിര പ്രൊജക്ട്സ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നുള്ള സംയുക്ത സംരംഭമായ ABL ഇന്ദിര പ്രൊജക്ട്സ് JV LLPയിലെ 90% ഓഹരികൾ കമ്പനി ഒരു മാലദ്വീപ് പ്രൊജക്ടിനായി വിറ്റു. ഓഹരി വിറ്റത് 5.44 കോടി രൂപയ്ക്കാണ്. വിൽപ്പനയ്ക്ക് ശേഷം പണം കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി ഡിക്സൺ ടെക്നോളജീസ് ആണ്. JV കമ്പനിയിൽ നിന്ന് 95 ലക്ഷം ഓഹരികൾ കൈമാറിക്കൊണ്ട് അതിന്റെ ഇക്വിറ്റി 6.5% ഏറ്റെടുക്കുന്നതിന് ആദിത്യ ഇൻഫോടെക് ലിമിറ്റഡുമായി കരാറിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബൽറാംപൂർ ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, ബയോകോൺ,
ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഹിൻഡ് കോപ്പർ, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില സെക്ടറുകളും അതുപോലെ ചില കമ്പനികളുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ലൈവ് സെഷൻ ആരംഭിക്കുന്നത് രാവിലെ 11:30 കൂടിയാണ്. 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളാണ് മാർക്കറ്റുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ അതിൽ തന്നെ തത്സമയം നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അതുവഴി നിങ്ങളെ നല്ലൊരു ട്രേഡറായി നിങ്ങൾ തന്നെ സ്വയം ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ്. എല്ലാവരും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി സ്റ്റുഡൻസിന് ഒരു പക്ഷേ നമ്മുടെ ലൈവ് സെഷൻ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. വീണ്ടും നിഫ്റ്റി 25,000 എന്ന മാർക്കിന് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. സെൻസെക്സ് 362 പോയിന്റ്സും നിഫ്റ്റി 105 പോയിന്റ്സും ഉയർന്നു. മിഡ് ക്യാപ്പ് 692 പോയിന്റ്സ് ആണ് ഉയർന്നത്. സെക്ടറുകളിൽ ഇന്നലെ IT സെക്ടറാണ് നിഫ്റ്റിക്ക് വലിയ പിന്തുണ നൽകിയത്. സ്റ്റോക്കുകളിൽ ചൈന ബയോടെക്കുകളെ ലക്ഷ്യമിട്ടുള്ള ബില്ല് US പാസാക്കിയതോടെ ലോറസ് ലാബ്സ് 5% ഉയർന്നു. മോത്തിലാൽ ഓസ്വാൾ കോഫോർജിന് ബൈ റേറ്റിംഗ് നൽകിയതോടെ കമ്പനി 5% ഉയർന്നു. കൂടാതെ HCL ടെക്, LTI, മൈൻട്രി, പേഴ്സിസ്റ്റന്റ് സിസ്റ്റം എന്നിവ 3% നേട്ടമുണ്ടാക്കി. ജെഫ്രീസിന്റെ പോസിറ്റീവ് ബ്രോക്കേജിനെ തുടർന്ന് ആക്സിസ് ബാങ്ക് ഉയർന്നു. ലഘുഭക്ഷണങ്ങളുടെ GST 18% നിന്ന് 12% കുറച്ചതോടെ ഗോപാൽ സ്നാക്സ് 7% ഉയർന്നു. നിഫ്റ്റിയിലേക്ക് 25,000 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 25,041 104 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 25,000 മുകളിലായി ക്ലോസ് ചെയ്തു എന്നത് നല്ലൊരു കാര്യമായിട്ട് തന്നെ കാണാം. പക്ഷേ കാര്യങ്ങൾ അത്ര സേഫ് അല്ല. കാരണം ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ വ്യത്യസ്ത സിഗ്നലുകളാണ് കാണിക്കുന്നത്. അതൊരു കൺസോൾട്ടേഷൻ്റെയൊക്കെ സൂചനയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അടുത്തതായി ഡെയിലി ക്യാൻഡിൽ. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ഒരു ഇൻഡിസിഷൻ്റെയോ അതോ ചെറിയ റിവേഴ്സലിൻ്റെയൊക്കെ സൂചനയായിട്ട് നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ്. ഒരു ഗ്രീൻ ഡോജി ക്യാൻഡിലാണ് എന്നത് ഒരു ആശ്വാസം തന്നെയാണ്. എന്നാലും പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. അപ്സൈഡിൽ ഇനി പ്രധാനപ്പെട്ടതായി നാം കാണേണ്ട ഒരു ലെവൽ 25,100 മുതൽ 25,150 വരെയുള്ള ലെവലാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട ഒരു ലെവൽ 24,850 ലെവലുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും നിഫ്റ്റിയുടെ സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 26,000 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,500 സ്ട്രൈക്കിലും അതിനുശേഷം 25,100 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,600 അതിനുശേഷം 25,000 സ്ട്രൈക്കും അതിനുശേഷം 24,800 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,100 തന്നെയാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000 എന്ന സൈക്കോളജിക്കൽ മാർക്കും അതിനുശേഷം 24,800 എന്ന ലെവൽ. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 25,050 207% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡ് കുറച്ച് വീക്കായിട്ടാണ് കാണുന്നത്. 26% വർധനവ് മാത്രമാണത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ്. അടുത്തതായി പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ലെവലായ 25,000 96% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ്. എന്നാൽ 25% ഇടിവാണ് കോൾ സൈഡിലുള്ളത്. അതായത് ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. അതായത് കോൾ സൈഡ് നല്ല വീക്കാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അടുത്തതായി 25,100 സ്ട്രൈക്കിൽ 157% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ്. 22% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സെല്ലേഴ്സ് ആണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,272 154 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,400 മുതൽ 51,500 വരെയുള്ള ലെവലാണ്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവലായിട്ടുള്ളത് 51,000 അതിനുശേഷം 50,900 മുതൽ 50,800 വരെയുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആവാൻ സാധ്യതയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 51,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 52,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000 അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 50,500 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000 ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത്. അതും 6% മുകളിലാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇന്നലെ 13.36 എന്ന നിലയിൽ 6.16% ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്.
FIS 2208 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്ത്. DIS ആവട്ടെ 275 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. FIS സമീപ ദിവസങ്ങളിലായിട്ട് നല്ല ബൈയിങ്ങിൽ തന്നെയാണ് എന്ന് കാണാം. US മാർക്കറ്റിലേക്ക് വാൾസ്ട്രീറ്റിന്റെ ബെഞ്ച് മാർക്ക് S&P 500 സൂചിക ചൊവ്വാഴ്ച 0.5% ഉയർന്നു. എന്നാൽ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാവും എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. കൂടാതെ ഇനി വരാനിരിക്കുന്ന Q3 റിസൾട്ടുകൾ ദുർബലമാകും എന്ന സൂചനകൾ വന്നതോടെ ബാങ്കിംഗ് ഓഹരികൾ വലിയ ഇടിവിലേക്ക് പോയി. ക്രൂഡ് ഓയിലിലെ വലിയ ഇടിവിന് ശേഷം എനർജി സ്റ്റോക്കുകളും ഇന്നലെ ഇടിഞ്ഞു. ഇന്നലെ ഡൗ ജോൺസ് 0.23% ഇടിഞ്ഞത്. S&P 500 0.45% നേട്ടമുണ്ടാക്കി. നാസ്ഡാക്ക് 0.84% ഉയരുകയും ചെയ്തു. ഇനി ഇന്നലെ US ഇടിഞ്ഞ പ്രധാനപ്പെട്ട 2 സെക്ടറുകളെ കുറിച്ചാണ് പറയുന്നത്. S&P 500 11 സെക്ടറുകളിൽ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് എനർജി സെക്ടറായിരുന്നു. 1.9% ഇടിഞ്ഞത്. OPEC പ്ലസ് അതിന്റെ 2024-25 ഡിമാൻഡ് പ്രവചനം വെട്ടിക്കുറച്ചതിന് ശേഷം ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഇടിയുകയുണ്ടായി. ബാങ്കിംഗ് സ്റ്റോക്കുകൾ അവിടെ ഇടിയാൻ കാരണമായത് ഗോൾഡ്മാൻ സാച്ചസ് ഈ പാദത്തിൽ ട്രേഡിംഗ് വരുമാനം 10% കുറയുമെന്ന് തിങ്കളാഴ്ച പറയുകയുണ്ടായി. ഇനി ഇവന്റ്സിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട 2 ഇവന്റ്സ് ആണ് ഇന്ന് നടക്കുന്നത്. നവംബർ 5-നാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല അവിടെ ഒരു അനിശ്ചിതത്വം ഇപ്പോൾ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാനിരിക്കുന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റ് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇന്ന് രാവിലെ 6:30-നാണ് ആ ഡിബേറ്റ് നടക്കുക. ഇനി ഈ ആഴ്ച ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായും ഉറ്റുനോക്കുന്നത് 2 ഡാറ്റകൾക്കായിട്ടാണ്. ഒന്ന് CPI ഇൻഫ്ലേഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും നാളെ വരാനിരിക്കുന്ന PPI ഡാറ്റയ്ക്കുമായാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇന്നലെ ബാങ്കിംഗ് സൈഡിൽ US വലിയ ഫോളാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ICICI ബാങ്കും HDFC ബാങ്കും ഇടിയുകയുണ്ടായി. ICICI ബാങ്ക് 0.58% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.78% ഇടിഞ്ഞത്. ടെക് സൈഡിൽ ഇൻഫോസിസ് 1.37% ഉയർന്നത്. വിപ്രോ 1.93% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 1%-അടുത്തും റിലയൻസ് ഇൻഡസ്ട്രീസ് 1%-ന് മുകളിലും ഇടിയുകയുണ്ടായി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.08% ഇടിവിലാണ്. S&P 500 0.15% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 0.78% ഇടിഞ്ഞത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.96% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.24% ഇടിഞ്ഞത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.5% ഇടിവുമുണ്ടാക്കി. ഓട്ടോ സ്റ്റോക്സ് 3.8% ഇടിഞ്ഞത്. BMW ആണ് വലിയ നഷ്ടമുണ്ടാക്കിയത്, 11% ഇടിഞ്ഞു. ഇൻവെസ്റ്റേഴ്സ് ഇനി പ്രധാനപ്പെട്ടതായി കാണുന്നത് സെപ്റ്റംബർ 17-18 തീയതികളിൽ നടക്കാനിരിക്കുന്ന US ഫെഡറൽ റിസർവ് മീറ്റിംഗ് തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.07% ഇടിവിലാണ്. CAC 0.08% ഇടിവിലും FTSE 0.03% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,083 എന്ന നിലയിലാണ്. 32 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം രാവിലെ 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.59% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.16% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.15% നേട്ടത്തിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.36% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ 2 മാസത്തിനുള്ളിൽ 2 തവണയും OPEC ഡിമാൻഡ് പ്രവചനം കുറച്ചതിന് ശേഷം വിപണിയിൽ കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് ഇന്നലെ കണ്ടത്. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് 2021 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ചൊവ്വാഴ്ച ക്ലോസ് ചെയ്തത്. 4%-ന് മുകളിലാണ് ഓയിൽ പ്രൈസുകളിൽ ഒരു ഇടിവ് കണ്ടത്. ബ്രന്റ് 69-ന് താഴെയായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $69.56 പെർ ബാരൽ എന്ന നിലയിൽ 0.27% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $66.19 പെർ ബാരൽ എന്ന നിലയിൽ 0.67% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് നമ്മൾ പോയത്. ഇവിടെ പറഞ്ഞ എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം ആണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.